Good morning. Today going to talk about marketing environment. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റിൽ യൂണിറ്റ് 5 ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡ്സ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് പൊളിറ്റിക്കൽ, ലീഗൽ, സോഷ്യൽ, ഇക്കണോമിക്, ടെക്നോളജിക്കൽ ആൻഡ് ഇക്കണോമിക്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? അത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്. ഇനി നമുക്ക് ഒരിക്കൽ കൂടി അതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. Internal marketing environment includes all factors within the organization then affect the overall business operations. അത് ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. The factors, internal factors, ലേബർ, ഇൻവെൻട്രി, കമ്പനി പോളിസി, ലോജിസ്റ്റിക്, ബഡ്ജറ്റ്, ക്യാപിറ്റൽ, അതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ദീസ് ഫാക്ടേഴ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ ഫേം. ഈ ഫാക്ടേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം. ഇനി എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, മൈക്രോ എൻവയോൺമെൻറ്റ് ആൻഡ് മാക്രോ എൻവയോൺമെൻറ്റ്. മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളബിൾ ഫാക്ടേഴ്സാണ്. മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സാണ്. മൈക്രോ എൻവയോൺമെൻറ്റിൽ ഇടുന്നത് കസ്റ്റമേഴ്സ്, ഫുൾഫില്ലിങ് ദ കസ്റ്റമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടേതായിട്ടുള്ള അവരെ ഫോക്കസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയീസ് മെയിൻ കമ്പോണൻ്റ് ആണ്. എംപ്ലോയീസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് എംപ്ലോയീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രെയിനിങ് ആൻഡ് മോട്ടിവേഷൻ. നമ്മൾ നല്ല ട്രെയിനിങ്ങും മോട്ടിവേഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. സപ്ലയേഴ്സ് നമുക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ്. പർച്ചേസർ ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഹൻസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഓർഗനൈസേഷൻ. സപ്ലയേഴ്സ് പേഴ്സൺ ഫ്രോം ഹോം എ മെറ്റീരിയൽ പർച്ചേസ്ഡ് ടു മേക്ക് ഫിനിഷ്ഡ് ഗുഡ്സ്, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ഇനി നമ്മൾ റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അവരാണ് നമ്മുടെ ഡയറക്റ്റ് ടച്ച് വിത്ത് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റ് ടച്ച് ഉണ്ടാകുന്ന റീറ്റെയിലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ്. അവർക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ആദ്യം. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. കോമ്പറ്റീറ്റേഴ്സ് then batch on competitors enable the company to design market strategy according to trend prevailing in the market. മാർക്കറ്റിലെ ട്രെൻഡ് അനുസരിച്ച് കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള നമ്മുടെ പ്രൊഡക്റ്റിലെ അപ്ഡേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഷെയർ ഹോൾഡേഴ്സ്. ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്. മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ. ഇനി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് സെവറൽ പോളിസീസ് ഉണ്ട്. പ്രൈസിങ് പോളിസി, ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ പോളിസി ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ആ പോളിസീസൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ജനറൽ പബ്ലിക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവാർഡ് ദ സൊസൈറ്റി. ഇതൊക്കെ നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇനി നമുക്ക് അൺകൺട്രോളബിൾ ആണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ഫാക്ടേഴ്സ്. മൈക്രോ ഫാക്ടേഴ്സാണ് ടാക്സസ്, ടേംസ് ഓഫ് ട്രേഡ്, ഡ്യൂട്ടീസ്, കോഡ് ആൻഡ് പ്രാക്ടീസസ്, മാർക്കറ്റ് റെഗുലേഷൻസ്. അതൊക്കെ ഗവൺമെൻറ് ഇറക്കുന്ന കുറേ നമ്മൾ ടൈപ്പ് ഓഫ് കമ്പനിക്ക് ഇറക്കുന്ന ചില നിയമങ്ങളും പോളിസീസൊക്കെയാണ്. അത് നമുക്ക് അൺകൺട്രോളബിളാണ്. ഇക്കണോമിക് ഫാക്ടേഴ്സ്, ഇക്കണോമി അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് അണ്ടർഗോയിങ്, റിസഷൻ ഉണ്ടാകുന്ന സ്റ്റേജ്, ബൂം പീരീഡ്, പ്രൊഡക്റ്റുകൾക്കൊക്കെ ഇൻഫ്ലേഷൻ പീരീഡ്, പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയം, അതൊക്കെ നമുക്ക് നമ്മുടെ കമ്പനിക്ക് മാത്രമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. സോഷ്യൽ ഫാക്ടേഴ്സ്, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ്, മാർക്കറ്റിംഗ് പ്രാക്ടീസസ് അത് ചേഞ്ച് വരുന്നത്, പിന്നെ ചില കാര്യങ്ങൾ വെൽഫെയറായിട്ട് ജനറൽ പബ്ലിക്കിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ടെക്നോളജിക്കൽ ഫാക്ടർ, ഡേ ടു ഡേ അഡ്വാൻസ് ചെയ്യുന്നതാണ് ടെക്നോളജി. അതുകൊണ്ട് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എസെൻഷ്യൽ ഫോർ പ്ലാനിങ്. നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അനുസരിച്ചുള്ള സൂട്ടബിൾ മാർക്കറ്റിൻ്റെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണലും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് ഇൻഡെപ്തിൽ അനലൈസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ട് നമുക്കറിയണം. കൺസ്യൂമർ ബിഹേവിയറൊക്കെ നമുക്ക് അറിഞ്ഞാൽ അതിനനുസരിച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ടാപ്പിംഗ് ട്രെൻഡ്സ്. ന്യൂ മാർക്കറ്റുകളൊക്കെ ആകുമ്പോൾ അവിടുത്തെ ട്രെൻഡും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എൻവയോൺമെൻറ്റ് കണ്ടീഷൻസൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നാണ്. ദെൻ നമുക്ക് കൃത്യമായൊരു പ്ലാൻ കിട്ടാനൊക്കെ ആയിട്ട് അവിടുത്തെ ട്രെൻഡ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ത്രെഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ അവസരങ്ങളും ഭീഷണികളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് എൻവയോൺമെൻറ്റിനെ സ്റ്റഡി ചെയ്യുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ദ കോമ്പറ്റീറ്റേഴ്സ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് കോമ്പറ്റീറ്റേഴ്സിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണ്. അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൽ അപ്ഡേഷൻസ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.